ഹലോ ഫ്രണ്ട്സ്, എപ്പോഴും നമ്മൾ ചോറും മീൻകറിയല്ലേ കഴിക്കുന്നത്. ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടൊരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി വെറൈറ്റി ആയിട്ടൊരു മീൻ തന്നെ ആയിക്കോട്ടെ, ഓലക്കൊടിയനാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ ഫിഷ് മാരിനേറ്റ് ചെയ്ത് നേരെ ഫ്രീസറിലേക്ക് വയ്ക്കുക. അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞെടുത്ത് ഫ്രൈ ചെയ്യുക. മഞ്ഞൾപ്പൊടി, ഫിഷ് മസാല, കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ, ഗാർലിക് ജിഞ്ചർ പേസ്റ്റ്, ഉപ്പ്, നാരങ്ങാ നീരും കൂടി ചേർത്ത് ഒന്ന് പുരട്ടിയിട്ട് വേണം നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ. ഫിഷ് കംപ്ലീറ്റ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ സവാള ഒന്ന് വഴറ്റിയെടുക്കുന്നത്. സവാള നന്നായിട്ട് വഴന്ന് വന്ന് കഴിയുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി സവാള വീണ്ടും ഒന്ന് ബ്രൗൺ ഷെയ്ഡായിട്ട് വരുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഫിഷ് മസാല, പിന്നെ നമുക്ക് കളറിന് വേണ്ടിയിട്ട് ഇച്ചിരി കാശ്മീരി ചില്ലിയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഈ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ 2 തക്കാളി എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. തക്കാളി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് തൈര് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഫിഷ് ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ 3-4 പീസ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഫിഷ് ഇതിനകത്തേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഫിഷിൻ്റെ ആ ഒരു പച്ചമണവും രുചിയും ഒക്കെ കറിയിലൊന്ന് ചേർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഫിഷിനകത്ത് മസാലയൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം കുറച്ച് തിളച്ച വെള്ളം കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ഫിഷ് വെന്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് അടച്ചു വെച്ച് വേവിക്കുക. ഇതൊന്ന് കുഴമ്പൂരത്തിലായി വരുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഇതിലേക്ക് ആഡ് ചെയ്ത് ഫിഷിൻ്റെ എല്ലാ ഭാഗത്തും ഈ മസാല ഒന്ന് പുരട്ടി കൊടുക്കുക. നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരി വയ്ക്കാം. അടി കട്ടിയായിട്ടുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും ബിരിയാണി വയ്ക്കാം. നെയ്യൊഴിച്ച് ആവശ്യത്തിനുള്ള മസാലക്കൂട്ട് വിട്ട് അതിലേക്ക് നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇടുക. ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം, അതിലേക്ക് കുറച്ച് നാരങ്ങാ നീരും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് പാത്രം അടച്ച് സിമ്മിലിട്ട് വേവിക്കുക. ചോറും കറിയൊക്കെ റെഡിയായി. ഇനി നമുക്കൊന്ന് ദമ്മിടാം. ആ ചീനച്ചട്ടിയിൽ തന്നെയാണ് നമ്മൾ ദമ്മിടുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ഒരു മണവും പ്രത്യേക രുചിയും ഒക്കെ കിട്ടും. ആ ചീനച്ചട്ടിയിൽ തന്നെ നമ്മൾ ലെയറായിട്ട് അരിയും കുറച്ച് സവാള ഫ്രൈ ചെയ്തതും മല്ലിയിലയും തൂകി അല്പം നെയ്യ് ഒഴിച്ച് അത് മൂടി ഇതേപോലെ കല്ല് വെച്ചിട്ടാണ് നമ്മൾ ദമ്മിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഫിഷ് ഒന്നും പൊടിഞ്ഞൊന്നും പോയിട്ടില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.